ഞാൻ എന്തിനാ കരയുന്നേ? ആ നാട്ടിലെ അമ്പലപ്പുഴയിലെ ഏതോ ഒരു ചേട്ടനാണ് വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചു. ഞാൻ കണ്ടിട്ടേ ഇല്ല, എന്നേ വരെ ആളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അമ്പലപ്പുഴ എല്ലാ മാസവും ഞാൻ പൊയ്ക്കൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. എന്നിരുന്നാൽ കൂടിയും 1-2 തവണ മാത്രമേ എനിക്ക് പാൽപ്പായസം വാങ്ങിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. കാരണം എൻ്റെ റിട്ടേൺ വരുന്ന ബസ്സോ ട്രെയിനോ എന്തായാലും എനിക്ക് പായസം കളക്ട് ചെയ്യാൻ പറ്റുന്ന സമയത്തിന് മുന്നേ എനിക്ക് അമ്പലത്തിൽ നിന്ന് പുറപ്പെടണം. അതുകൊണ്ട് അങ്ങനെ ഇരിക്കെ ഞങ്ങൾ കുടുംബസമേതം എല്ലാവരും കൂടെ കാറിൽ പോയി അമ്പലപ്പുഴയ്ക്ക്. അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഇത്തവണ എനിക്ക് എന്തായാലും വാങ്ങാമല്ലോ, കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലല്ലോ, അപ്പോൾ എനിക്ക് വാങ്ങാമല്ലോ എന്ന്. പക്ഷേ അവിടെ ചെന്ന് ഈ വലിയ ക്യൂ കണ്ടപ്പോൾ എൻ്റെ കൂടെ വന്ന നല്ല ഒന്നാന്തരം മടിയന്മാർക്കും മടിച്ചികൾക്കും നിൽക്കാൻ താല്പര്യമില്ല. അവരെന്നെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു, വാ നമുക്ക് പോവാമെന്ന്. എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എനിക്ക് അവരുടെ അടുത്ത് വേണ്ട പോവണ്ട, ഇവിടെ തന്നെ ക്യൂ നിൽക്കണം എന്ന് പറയാനും എനിക്ക് പറ്റിയില്ല. എന്നാൽ എനിക്ക് പായസം വാങ്ങിക്കാൻ ഇത്തവണയും കഴിയില്ലല്ലോ ഈശ്വര, ഇത്തവണ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും കഴിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഇങ്ങനെ മനസ്സിൽ വന്നിട്ട് എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ഓക്കെ ശരി ഇനി പോവാം എന്ന് ഞാൻ തീരുമാനിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു അങ്കിള്, അമ്പലപ്പുഴയുള്ള ഏതോ ഒരു അങ്കിളോ ചേട്ടനോ വന്നിട്ട് എന്നെ തട്ടിയിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്നില്ല, അത് അന്നദാനം കൊടുക്കുന്നുണ്ട്, പോയി കഴിച്ചോളൂ എന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്കത് ഭയങ്കര ഒക്കേടായിട്ട് തോന്നി. കാരണം നമ്മൾ ഭക്തിയോടെയൊക്കെ പായസം വാങ്ങിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിൽക്കണ്ട, പോയി ഫുഡ് കഴിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഇതെന്താ ഇത് ഇങ്ങനെ എന്നെനിക്ക് അത്ഭുതം തോന്നി, ദേഷ്യവും തോന്നി. പക്ഷേ ബാക്കി എല്ലാവർക്കും ഇത് ഭയങ്കര സന്തോഷമായിരുന്നു. അവരെന്നെ വരച്ച് അന്നദാനം കഴിക്കാൻ കൊണ്ടുപോയി. സത്യത്തിൽ ഞാൻ ഓരോ വറ്റ് കഴിക്കുമ്പോഴും എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എല്ലാ മാസവും വരും, പക്ഷേ എനിക്കിതിൻ്റെ പ്രസാദം തരരുത് കേട്ടോ എന്ന് ഇങ്ങനെ ഉള്ളിൽ പറയുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ കൈ കഴുകി പാത്രം കഴുകുന്ന സമയത്ത് അതേ ആൾ എന്നെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, പായസം കിട്ടിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇത് അകത്തൊരാളിരിപ്പുണ്ട്, അതായത് ഈ സദ്യ ഈ അന്നദാനമൊക്കെ വിളമ്പിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരാൾ, ആളുടെ കയ്യിലൊരു പായസമുണ്ട്, പോയി ചോദിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിപ്പോയി ആ ചേട്ടനോട് ചോദിച്ചു, എനിക്കൊരു പായസം തരാനുണ്ടോ എന്ന് ചോദിച്ചു. ലിറ്ററലി ഇത് കേട്ട ആൾ അത്ഭുതത്തോടെ എന്നെ എന്നോട് നോക്കിയിട്ട് ചോദിച്ചു, എൻ്റെ കയ്യിൽ പായസം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ എന്ന്. എന്നെ ഒരാൾ പായസം വാങ്ങിക്കാൻ ഏൽപ്പിച്ചിരുന്നു, പക്ഷേ ഇന്ന് അയാളെ ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കാണുന്നില്ല. സോ എൻ്റെ കയ്യിലൊരു പായസമുണ്ട്, അത് ചിലപ്പം ഭഗവാൻ എന്നോട് ഇയാൾക്ക് വേണ്ടി വാങ്ങിക്കാൻ പറഞ്ഞതായിരിക്കാം, എടുത്തോളൂ എന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസം, ഞാൻ ഇത്രയും ആഗ്രഹിച്ചത് ഭഗവാൻ കേട്ടിട്ട് ആ ചേട്ടനെ പറഞ്ഞയച്ചതായിരിക്കണം. അപ്പം അതാണ് ഭഗവാൻ എന്നെ വിളിച്ച് പായസം തന്ന ഇൻസിഡൻറ്റ്.